ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വൈകുന്നേരത്തെ ക്ലീനിങ് റുട്ടീനാണ്. അതായത് വൈകുന്നേരം ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് രാവിലെ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ജോലികൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജോലിക്കാർക്കായാലും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാം. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്ന വ്ളോഗുകൾ കൂടുതലും ഇതുപോലെ ക്ലീനിങ് അല്ലെങ്കിൽ റുട്ടീൻസ്, ടൈം മാനേജ്മെൻറ്റ് എന്നീ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വ്ളോഗുകളിൽ ഉൾപ്പെടുത്താറില്ല, അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ച് അങ്ങനെയൊന്നും. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്താണ് അവരില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങൾ. അതൊന്നും ഞാൻ എൻ്റെ വ്ളോഗുകളിൽ ഒന്നിനും ഉൾപ്പെടുത്താറില്ല. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവില്ല എൻ്റെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് റുട്ടീൻസും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ക്ലീനിങ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തോളം, റുട്ടീനല്ല ക്ലീനിങ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ തന്നെ വേഗം ചായ കുടിച്ചിട്ട് പണികളിലേക്ക് പോവാം. ചായ കുടിക്കുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ചായ കുടിക്കുക. സ്നാക്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കുക. എന്നിട്ട് റിലാക്സ് ആയിട്ടൊന്ന് പുറത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം പണികൾക്ക് ഇറങ്ങിയാൽ മതി. ഒരു തിരക്കില്ല, തിരക്കടിച്ച് ക്ലീനിങ്ങിന് ഓടി വരണ്ട. അപ്പോൾ എന്തായാലും ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ചായ ഉണ്ടാക്കിയ പാത്രം, അതിൻ്റെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കഴുകി വെക്കുക. കുട്ടികളുടെ ഗ്ലാസ്സുകൾ 5 വയസ്സ് കഴിഞ്ഞ് അവരെ കൊണ്ട് കഴുകാൻ പഠിപ്പിക്കുക. എന്നിട്ട് അത് വേഗം കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കൂട്ടി വെച്ച് അത് ബുദ്ധിമുട്ടാവില്ല. അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കുക. അതാണ് പാത്രങ്ങൾ കൺട്രോളിൽ നിർത്താനുള്ള ആകെയുള്ള മാർഗം. ഇനി പാത്രങ്ങൾ കഴുകി വെച്ചാൽ അപ്പം തന്നെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തുടച്ചിടുക. അവിടുത്തെ വെള്ളം വൈപ്പ് ചെയ്തിടുക. എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കണം കൗണ്ടർ ടോപ്പ്, അല്ലെങ്കിൽ അവിടെ വേഗം അഴുക്ക് പിടിക്കാനും ഈച്ച പ്രാണികളൊക്കെ വന്നിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം എപ്പോഴും തുടച്ച് വൈപ്പ് ചെയ്തിട്ട് എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞാൽ പോവുക. അപ്പോൾ പാത്രം ഇതൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ജോലി എന്ന് പറയുന്നത്, മുകളിൽ തുണികൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കാലത്ത്. അത് ഫുൾ ഉണങ്ങിയിട്ടുണ്ട്, നല്ല വെയിലാണല്ലോ. അപ്പോൾ അത് മടക്കി വെക്കണം. ഇന്ന് കുട്ടികളുടെ തുണികളാണ് അലക്കിയിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് അത് മടക്കി അതാത് സ്ഥലങ്ങളിൽ വെക്കാം. ഞാൻ ഡെയിലി ഓരോരുത്തരെ മാറി അങ്ങനെ അലക്കാം. എനിക്കതാണ് എളുപ്പം തോന്നാറ്. അപ്പോൾ വേഗം തന്നെ തുണികൾ മടക്കി വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ തുണികൾ മാത്രമേ ഉള്ളൂ. അത് ഫുൾ മടക്കി അതാത് ഷെൽഫിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറി ഓരോരുത്തരെ അലക്കണത്. ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ തുണികൾ എങ്ങനെയാണ് കുട്ടികളുടെ മടക്കി വെക്കണതെന്നും അത് ഓർഗനൈസ് ചെയ്യണമെന്നും ഫുൾ ഞാൻ വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ബാസ്ക്കറ്റുകളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ വീട്ടിലിടുന്ന ഉടുപ്പുകൾ വളരെ ഈസിയാണ് അത് വെക്കാനും അതുപോലെ തന്നെ തിരിച്ചെടുക്കാനും നല്ല എളുപ്പമാണ്. കുട്ടികൾക്ക് അതിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ മെത്തേഡ് ഞാൻ കുറേ നാളായി യൂസ് ചെയ്യണം. ഒരു കംപ്ലയിൻസും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് വൈകുന്നേരത്തേക്ക് കറികൾ ചൂടാക്കി വെക്കുകയാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കാരണം ചീത്തയാവാതിരിക്കാൻ വേണ്ടി ചോറും കറികളൊക്കെ ചക്കക്കുരു കൊണ്ട് ഒരു തോരനും അതുപോലെ തന്നെ പരിപ്പ്, പടവലങ്ങ, മാങ്ങ ഇത് ചേർത്തിട്ടുള്ള ഒരു പരിപ്പ് കറി, ഈ തേങ്ങ അരച്ച പരിപ്പ് കറിയും പിന്നെ ചോറും ചൂടാക്കാണ്. കറി കുറച്ച് കുറവാണ്, ഉച്ചയ്ക്ക് ഇത്തിരി അധികം എടുത്തുപോയി. അപ്പോൾ വൈകുന്നേരം മുട്ട പൊരിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ കാലത്ത് കഴുകിയിട്ട കിച്ചൺ ടവലുകൾ, മൈക്രോ ഫൈബറിൻ്റെ തുടയ്ക്കുന്ന തുണികൾ അതൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. വെയിലത്ത് നന്നായി ഉണങ്ങി അതൊക്കെ മടക്കി വെക്കുകയാണ്. ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് റൂമുകളിൽ ഫുൾ ഒന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മാറി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വാഷ് ബേസിൻസ് ജസ്റ്റ് കഴുകിയിടാണ്. ഒരു 4 വാഷ് ബേസിനോളം ഉണ്ട് ഡെയിലി ഉപയോഗിക്കുന്ന വാഷ് ബേസിൻസ്. അത് ഫുൾ കഴുകിയിടാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് എടുക്കും. ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 2 മിനിറ്റ് എടുക്കുള്ളൂ ഡെയിലി. നമ്മൾ ആ സ്പേസിൽ ചെല്ലാം, ജസ്റ്റ് ഒന്ന് വേഗം ക്ലീൻ ചെയ്തിടുക. ടോയ്സ് ഫുള്ള് വേഗം ഒതുക്കി വെപ്പിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഫ്രഷ് ആവാനുള്ള ടൈമാണ്. അപ്പോൾ റൂമുകൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീൻ എന്ന് വെച്ചാൽ ഐറ്റംസൊക്കെ ഒതുക്കി വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വീട് നല്ല വൃത്തിയായി. കാലത്ത് നമ്മുടെ റുട്ടീൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുൾ ക്ലീനായി. ഇനി വേഗം തന്നെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ജോലികൾ കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ക്ലീനിങ് വരണത്.
അപ്പോൾ ബാത്റൂംസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിടുക. വെറുതെ സ്ക്രബ് ചെയ്യുക. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബ്രഷ് പോലത്തെ ഹാൻഡിലുള്ള നീളത്തിലുള്ളത് വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളയുക വെള്ളം ലാസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. എപ്പോഴും ബാത്റൂംസ് നല്ല ക്ലീൻ ആയിട്ട് എടുക്കും. അപ്പോൾ 2 ബാത്റൂം ഉണ്ട് മെയിനായിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആവുകയും ചെയ്യാം. അപ്പോൾ അത് വൈകുന്നേരം, അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരത്തേക്ക് വെച്ചേക്കുന്നത് ഈ പണികൾ. അപ്പോൾ എന്തായാലും ബാത്റൂംസൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്, റൂം ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി മക്കളെ പഠിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിഞ്ഞിട്ടാണ് ഇനി വൈകുന്നേരത്തെ കിച്ചൺ ക്ലീനിങ്ങും കൂടിയുള്ളത്. അതും കൂടി കഴിഞ്ഞാലാണ് എൻ്റെ ക്ലീനിങ്ങിൻ്റെ ജോലികൾ കഴിയുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ പ്രെയർ കഴിഞ്ഞു, അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ടൈമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ നൈറ്റ് ടൈം റുട്ടീനിൽ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ടേബിൾ തുടയ്ക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരവിടെ അത് തുടയ്ക്കുന്നുണ്ട്. വൃത്തിയൊന്നും ആയില്ലെങ്കിൽ സാരില്ല, അവരെ വഴക്കൊന്നും പറയാൻ പോകണ്ട, എങ്ങനെയെങ്കിലും ചെയ്യട്ടെ. പിന്നെ നമ്മൾ പാത്രങ്ങൾ വേഗം കഴുകി വയ്ക്കുകയാണ്. കറി ഉണ്ടാക്കിയ പാത്രങ്ങളും ഊണ് കഴിച്ച പാത്രം അവരവരെ തന്നെ കഴുകണം. ഇവിടെ എൻ്റെയും ചെറിയ മോളുടെയും പ്ലേറ്റ് മാത്രം കഴുകിയാൽ മതി, ബാക്കി എല്ലാവരും അവരവരെ കഴുകും. പിന്നെ സ്റ്റൗ ക്ലീനിങ് ആണ്. സ്റ്റൗ ക്ലീനിങ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബേക്കിംഗ് സോഡയും പാത്രം കഴുകണ ലിക്വിഡും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിൽ വെച്ചിരിക്കുകയാണ്, മിക്സ് ചെയ്തിട്ട്. എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ചാൽ സ്റ്റീലിൻ്റെ ഭാഗത്ത് മാത്രം സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. ഗ്ലാസ് ടോപ്പിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടത് വെച്ചിട്ട് വെറുതെ വെള്ളം വെച്ച് തുടച്ചാൽ മതി. എന്നിട്ട് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ നമുക്ക് ഡീപ്പ് ക്ലീനും വല്ലപ്പോഴും ചെയ്താൽ മതി, നല്ല ക്ലീനായിട്ട് കിടക്കും. ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം, ഒരു കംപ്ലയിൻസും ഇല്ല. ഇത് ഡെയിലി ചെയ്തിടാന്നുണ്ടെങ്കിൽ കാലത്ത് നല്ല വൃത്തിയായിട്ടിരിക്കും സ്റ്റൗ. അപ്പോൾ എന്തായാലും അതും കഴിഞ്ഞു. ഇനിയുള്ള ജോലി ഈ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ബ്രഷ്, പിന്നെ കിച്ചൺ ടവലുകൾ, തുടയ്ക്കാൻ ഉപയോഗിച്ച ടവലുകൾ, ഇതൊക്കെ വേഗം കഴുകി അത് ഉണക്കാൻ അവിടെ ഒരു ഭാഗത്തിടാണ്. ആ ബ്രഷുകളൊക്കെ കഴുകിയിട്ട് എന്നിട്ട് സിങ്ക് നന്നായിട്ട് വാഷ് ചെയ്തിടുക. അത് ഈ സെയിം പേസ്റ്റ് വെച്ചിട്ട് തന്നെ ബേക്കിംഗ് സോഡയും പാത്രം കഴുകുന്ന ലിക്വിഡും വെച്ചിട്ട് സ്ക്രബ് ചെയ്തിടുക. ഈ ബ്രഷിൻ്റെ പേര് സ്പോട്ട് സീറോ, മിൽട്ടൻ്റെ ബ്രാൻഡാണ് സ്പോട്ട് സീറോ. കുറേ ക്ലീനിങ് പ്രോഡക്റ്റ്സ് അവർ ഇറങ്ങിയിട്ടുണ്ട്, നല്ല അടിപൊളി സാധനങ്ങളാണ്. ഈ സിങ്കിൻ്റെ ബ്രഷ് ഞാൻ കുറച്ചായി ഉപയോഗിക്കുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ലാസ്റ്റ് നന്നായിട്ട് കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്ത് കളയുക. വെള്ളമൊക്കെ നന്നായി വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയിടാം. അപ്പോൾ കിച്ചൺ എന്തായാലും ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ എനിക്ക് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ തന്നെ. ഇപ്പോൾ സമയം 10 മണിയായി, പണികൾ ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴാണ് എന്താ പറയുക, കുട്ടികൾ മെയിനായിട്ട് ചെറിയ മോളാണ് വലിച്ചു വാരി എല്ലാ ടോയ്സ് ഇട്ടിട്ടുണ്ട്. വേഗം അവളെ കൊണ്ട് അതൊക്കെ ഒതുക്കി വെപ്പിച്ചു, ഉറങ്ങാൻ ടൈമായി. അപ്പോൾ എന്തായാലും പണികൾ ഫുള്ള് കഴിഞ്ഞു. ബെഡ്റൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം നല്ല വൃത്തിയായിട്ട് എടുക്കേണ്ട, ഡൈനിങ് റൂമും ലിവിങ് റൂമും ഒക്കെ നീറ്റായിട്ടൊക്കെ എടുക്കണേ. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ഈസി ആയിരിക്കും, ഒരു പണിയില്ല ശരിക്കും പറഞ്ഞാൽ. രാവിലത്തെ റുട്ടീൻ അരമണിക്കൂർ കൊണ്ട് തീരാണ്ട് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒതുക്കിയിട്ടൊക്കെ എടുക്കണേ. രാവിലെ എനിക്കുമ്പോൾ അരമണിക്കൂർ നമുക്ക് അടിച്ച് വാരി തുടയ്ക്കാം, 3/4 മണിക്കൂർ കൊണ്ട് അതടക്കം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. വൈകുന്നേരം ഇതുപോലെ കൃത്യമായിട്ട് റുട്ടീൻ വേഗം ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ബൈ.